केरला में ऑपोजिशन लीडर पिनराई विजयन ने पीएम श्री मुफाहिमती मुआहदे पर मरकजी हुकूमत को निशाना बनाया। उन्होंने कहा है कि पार्लियामेंट में मरकज के जवाब से ये वाजे हो गया है कि पीएम श्री मुआहदे से दस्तबरदार होने पर कोई कानूनी रुकावट मौजूद नहीं। विजयन ने कहा है कि इस जवाब ने हुकूमत के मौक़िफ़ पर कई सवालात खड़े कर दिए हैं, ताहम इस मामले पर मरकजी हुकूमत की जानिब से मजीद कोई रद्दअमल सामने नहीं आया। PV അബ്ദുൽ വഹാബ് പാർലമെന്റിൽ ചോദിച്ച ഒരു ചോദ്യത്തിന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത് ചൗധരി നൽകിയ മറുപടിയിലൂടെ വ്യക്തമായത്. അതിൽ ഒരു തരത്തിലുള്ള സംശയത്തിനും ഇട നൽകാതെയുള്ള മറുപടിയാണ് കേന്ദ്ര ഗവൺമെന്റ് നൽകിയിട്ടുള്ളത്. പദ്ധതിയിൽ ചേരാതിരിക്കുകയോ ഒപ്പിട്ട ധാരണാപത്രത്തിൽ നിന്ന് പിൻവാങ്ങുകയോ ചെയ്താൽ എന്താണ് പ്രത്യാഘാതം? അതായിരുന്നു ചോദ്യം. ഒപ്പിടാതിരിക്കുകയോ ഒപ്പിട്ട ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറുകയോ ചെയ്താൽ PMC പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടും. ഇതായിരുന്നു മന്ത്രിയുടെ മറുപടി. അതായത് ആ മറുപടിയിലൂടെ വ്യക്തമാകുന്നത് നിയമപരമായി പിന്മാറാൻ ഒരു തടസ്സവും ഇല്ല എന്നതാണ്. അപ്പോൾ വ്യക്തമായി കേന്ദ്ര സർക്കാർ ആ നിലപാട് തുറന്നു പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ കാവ്യ അജണ്ടകൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താനുള്ള പുതിയ വിദ്യാഭ്യാസ പദ്ധതി, അതിൻ്റെ ഭാഗമായാണ് PM ശ്രീ കൊണ്ടുവന്നത്. അതാണ് സംസ്ഥാനത്ത് നടപ്പാക്കാൻ തയ്യാറല്ല എന്ന നിലപാട് LDF സർക്കാർ നേരത്തെ മുതൽ സ്വീകരിച്ചത്. ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ SSK ഫണ്ട് തടയുന്ന സാഹചര്യം വന്നപ്പോൾ MOU ഒപ്പിട്ട് എന്നത് ശരിയാണ്. പക്ഷേ PM ശ്രീ ഫണ്ട് സ്വീകരിച്ചിട്ടില്ല. PM ശ്രീ ഫണ്ട് ലഭിക്കുന്നതിന് വേണ്ടി സ്കൂളുകളുടെ പട്ടിക തയ്യാറാക്കി നൽകിയിട്ടുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള തുടർ നടപടികൾ PM ശ്രീ നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി കേരളത്തിൽ സ്വീകരിച്ചിട്ടുമില്ല. ഇപ്പോൾ സ്കൂളുകളുടെ പട്ടിക നൽകാനും മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കാനും തീരുമാനിച്ചിരിക്കുകയാണ്.